KPCC അംഗവും കണ്ണൂർ DCC വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ബ്ലാത്തൂരും മകനും ചേർന്ന് 72 ലക്ഷം രൂപയുടെ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതൽ പേരും കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ്. രാഹുൽ ഗാന്ധിക്കും KPCC പ്രസിഡന്റിനും പരാതി നൽകിയിട്ടും സമവായമില്ലാതായതോടെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പരാതിക്കാർ. പിന്നെ ആകെ 5 പേരുടെ അക്കൗണ്ടിലെ പൈസ വന്നത് 20-22 മറ്റേ ഇർഫാന്റെ അക്കൗണ്ടിൽ, പിന്നെ അംജദ് എന്ന് പറയുന്ന പയ്യന്റെ അക്കൗണ്ടിൽ ഒരു 10, പിന്നെ കാസർഗോഡ് ഒരു പയ്യന്റെ 10, പിന്നെ ഇരിക്കൂറുള്ള ഒരു മർഷവിന്റെ ഫ്രണ്ട് ഒരു പയ്യന്റെ അക്കൗണ്ടിൽ 10. ഈ 5 ആളെ അക്കൗണ്ടിൽ 2 രൂപ പാനൂരുള്ള ഷാന്റെ അക്കൗണ്ടിലും 2 ലക്ഷം റുപ്യ. അങ്ങനെ 72 ലക്ഷം റുപ്യാണ് ആകെ വന്നത്. അതിൽ 20 വന്നത് ലിസാന്റെ കെയർ ഓഫിലും 52 ലക്ഷം രൂപയാണ് ഇവന്റെ കെയർ ഓഫിലും വന്നത്. പുറത്തു വന്നത് 72 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. KPCC അംഗം മുഹമ്മദ് ബ്ലാത്തൂരിന്റെ മകൻ മർഷബാണ് പ്രധാന സൂത്രധാരൻ. ഓൺലൈൻ ട്രേഡിംഗിലൂടെ വലിയ വരുമാനം ലഭിക്കുമെന്ന് സുഹൃത്തുക്കളെ വിശ്വസിപ്പിച്ചു. ലാഭം മുഴുവനായും തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ലെന്നും ഇതിനായി സഹായം വേണമെന്നും അഭ്യർത്ഥന. തട്ടിപ്പ് പണം തന്റെ അക്കൗണ്ടിലൂടെയല്ലാതെ കയ്യിലെത്താനുള്ള സൂത്രവിദ്യ. തട്ടിപ്പിന് ഉപയോഗിക്കുന്ന അക്കൗണ്ടിൽ നിന്നാണ് സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്നത്. ഈ പണം ഓൺലൈൻ തട്ടിപ്പ് വ്യാപാരത്തിലൂടെ പലരിൽ നിന്നായി ശേഖരിച്ചതാണ്. വഞ്ചിതരായി കുറ്റക്കാരായവർ പലരും നിരപരാധിത്വം തെളിയിക്കാൻ നിയമ നടപടിക്കൊരുങ്ങുകയാണ്. അപ്പം നമ്മൾ നിയമപരമായിട്ടുള്ള നടപടിയിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഡയറക്റ്റായിട്ട് DGP അല്ലെങ്കിൽ ADGP ആ ലെവലിൽ പോകാമെന്നുള്ള കണ്ടീഷനായിരുന്നു. ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ കേസ് ഒഴിവാക്കിയിട്ട് അങ്ങ് പോകാൻ കഴിയില്ലല്ലോ. അതിൽ കൃത്യമായിട്ട് ഇതിൽ പങ്കുള്ള വ്യക്തികളാണ് നമ്മൾ എന്തായാലും വിളിച്ചതേക്ക് കൊണ്ടുവരും. KPCC അംഗം മുഹമ്മദ് ബ്ലാത്തൂരിനും തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ഇവരുടെ ആരോപണം. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് വളരെ ആസൂത്രിതമായിട്ട് തന്നെ ഫോൺ ചെയ്ത് അപ്പോൾ ആ ഫോൺ സംഭാഷണത്തിൽ പുള്ളിക്കാരൻ കൃത്യമായിട്ട് എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഉന്നതനായ കോൺഗ്രസ് നേതാവ് എന്ന നിലയിലുള്ള ഇടപെടൽ മുഹമ്മദ് ബ്ലാത്തൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്നും സ്വന്തം മുന്നണിയിലെ തന്നെ പാർട്ടിക്കാർ പരാതി ഉന്നയിച്ചിട്ടും മുഹമ്മദ് ബ്ലാത്തൂർ വിശ്വാസവഞ്ചന കാണിച്ചെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ കരുതിച്ചാൽ ഇത് 1-2 വ്യക്തികൾ തമ്മിലുള്ള വിഷയമല്ല, പക്ഷേ അതല്ല, ഇത് ടോട്ടൽ സൊസൈറ്റിയെ ബാധിക്കുന്ന രൂപത്തിൽ വലിയൊരു നെറ്റ്വർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. ഓൺലൈൻ ട്രേഡിംഗിൽ പണം നഷ്ടപ്പെട്ടവരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോഴാണ് തങ്ങളുടെ അക്കൗണ്ടിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പണം തട്ടിപ്പ് പണമാണെന്ന് പലരും തിരിച്ചറിയുന്നത്. വലിയ വ്യാപ്തിയുള്ള ഓൺലൈൻ തട്ടിപ്പിന്റെ ആഴം മനസ്സിലാകണമെങ്കിൽ അത്രയും വ്യാപ്തിയോടെ തന്നെയുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. സമ്മർദ്ദത്തിലും സ്വാധീനത്തിലും പെടാതെ അന്വേഷണം നടന്നാൽ പുറത്തെത്തുന്നത് തട്ടിപ്പിന്റെ വലിയ കഥകളായിരിക്കും. റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.